നമസ്കാരം. ഉള്ളവരെ, പലരൂപതയുടെ സിൽവർ ജൂബിലിയോട് അനുബന്ധിച്ചുള്ള നവീകരണ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ, അതിൻ്റെ കർമ്മ പദ്ധതികൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയാണ് ഈ അനുഗ്രഹം ചാനലിലെ ഈ സെഷനുകളിലൂടെ. നമ്മൾ കഴിഞ്ഞ ടോക്കിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് സദ്വാർത്ത അറിയിക്കുന്നതിനെ കുറിച്ചുള്ള ചില പരാമർശങ്ങളാണ്. ഏറ്റവും വലിയ സദ്വാർത്ത എന്ന് പറയുന്നത് മനുഷ്യന് സഹായമായി ദൈവമുണ്ട് എന്നുള്ള തിരിച്ചറിവാണ് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതിൻ്റെ തുടർച്ചയായിട്ട് നമ്മൾ ദൈവാന്വേഷണത്തിലാണ്. ആ ദൈവാന്വേഷണമാണ് തുടർന്നുള്ള ചിന്തകളിലൂടെ നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുക. അപ്പോൾ ദൈവം ആരാണെന്ന ചോദ്യത്തിന് നമ്മൾ ഉത്തരം കണ്ടെത്തി സൃഷ്ടാവാണ്. എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചത് എന്നതിന് ഉത്തരം നമ്മൾ കണ്ടെത്തി ദൈവത്തിൻ്റെ അനന്ത സ്നേഹത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യൻ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള ഒരു സൃഷ്ടിയും ദൈവത്തിൻ്റെ ശത്രുവല്ല, എല്ലാം ദൈവത്തിൻ്റെ പ്രിയപ്പെട്ടതാണ്. ദൈവത്തിന് ആരോടും തിരിച്ചു വ്യത്യാസം ഉണ്ടാകാനും പാടില്ല, ആരെയും മാറ്റി നിർത്താൻ പാടില്ല, ആരുടെയും പക്ഷം ചേരാനും പാടില്ല. അതാണ് ദൈവത്തിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു പിക്ചർ. ദൈവം സ്നേഹിച്ചാണ് എല്ലാം സൃഷ്ടിച്ചതെങ്കിൽ. മനുഷ്യൻ്റെ സൃഷ്ടിയെക്കുറിച്ച് നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് തൻ്റെ തന്നെ രൂപത്തിലും ഭാവത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 26-ാം തിരുവചനത്തിൽ ദൈവം അരുളി ചെയ്യുന്നുണ്ട്, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം. അങ്ങനെയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത്, ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഇമേജ് ആൻഡ് ലൈക്ക്നെസ്. ഇമേജ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി ഒരു മുഖക്കണ്ണാടിയിൽ തന്നെ നോക്കുമ്പോൾ കാണുന്നതാണ് അവൻ്റെ ഇമേജ്. എന്നാൽ സാദൃശ്യം എന്ന് പറഞ്ഞാൽ അതിനപ്പുറത്താണ്. സാദൃശ്യം എന്ന് പറഞ്ഞാൽ നേച്ചർ എന്ന് നമുക്ക് പറയാം, അല്ലെങ്കിൽ സ്വഭാവം. ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുന്നത് ദൈവത്തിൻ്റെ ഛായ സാദൃശ്യത്തിലാണെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ രൂപഭാവവും ദൈവത്തിൻ്റെ സ്വഭാവവും നൽകിക്കൊണ്ടാണ്. അതുകൊണ്ടാണ് ദൈവം മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ തന്നെ ജീവശ്വാസം, ദൈവത്തിൻ്റെ തന്നെ ആത്മാവിനെ സന്നിവേശിപ്പിച്ച് സൃഷ്ടിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 7-ാം തിരുവചനത്തിൽ. അങ്ങനെ ദൈവം സൃഷ്ടിച്ച ഈ ശ്രേഷ്ഠ സൃഷ്ടിയെ ദൈവം വളരെ കരുതലോടുകൂടി തൻ്റെ കൂടെ നിർത്തുന്നതാണ് നമ്മൾ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകത്തിൽ 7-ാം അധ്യായത്തിൻ്റെ 8 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് ഈ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവനെ അനുഗ്രഹിച്ച് തൻ്റെ കൂടെ നിർത്തുന്നതാണ് നമ്മൾ വായിച്ച് മനസ്സിലാക്കുക. അവിടെ നിന്ന് കിഴക്ക് ഏദനിലൊരു തോട്ടം ഉണ്ടാക്കി താൻ രൂപം കൊടുത്ത മനുഷ്യനെ അവിടെ താമസിപ്പിച്ചു. കാഴ്ചയ്ക്ക് കൗതുകവും ഭക്ഷിക്കാൻ സ്വാദമുള്ള പഴങ്ങൾ കായ്ക്കുന്ന എല്ലാത്തരം വൃക്ഷങ്ങളും അവിടുന്ന് മണ്ണിൽ നിന്ന് പുറപ്പെടുവിച്ചു. ജീവന്റെ വൃക്ഷവും നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷവും തോട്ടത്തിൻ്റെ നടുവിൽ അവിടുന്ന് വളർത്തി. ഇതൊക്കെ നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാക്കുക, ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സമ്പൽ സമൃദ്ധിയിൽ അനുഗ്രഹത്തിൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കാനായിട്ട് അനുവദിക്കുകയാണ്. നമ്മൾ ഈ തിരുവചനം വായിച്ച് ധ്യാനിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ചിന്തകൾ നമ്മളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ദൈവത്തിന് മനുഷ്യനോടുള്ള കരുതൽ അത്രമാത്രമാണ്, സ്നേഹം അത്രമാത്രമാണ്. വീണ്ടും ഇതേ അധ്യായത്തിൽ തന്നെ, അതല്ല ഇതിന് തൊട്ട് മുമ്പത്തെ അധ്യായത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 27 മുതലുള്ള തിരുവചനങ്ങളിൽ ദൈവമായ കർത്താവ് ഈ ഭൂമിയിൽ സൃഷ്ടിച്ച സകല ചരാചരങ്ങളുടെയും മേൽ മനുഷ്യന് ആധിപത്യം കൂടി നൽകുകയാണ്. അത് അവയെ പരിപാലിക്കാനൊക്കെ ഉള്ള ആധിപത്യമാണ്, അവയെ കരുതാനുള്ള ആധിപത്യമാണ്. അത് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. 15-ാമത്തെ തിരുവചനം, ഏദൻ തോട്ടം കൃഷി ചെയ്യാനും സംരക്ഷിക്കാനും ദൈവമായ കർത്താവ് മനുഷ്യനെ അവിടെ ആക്കി. അവിടുന്ന് അവനോട് പറഞ്ഞു, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും പറഞ്ഞതാണ്. അപ്പം ദൈവമായ കർത്താവ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അവന് സകല പ്രപഞ്ചത്തിൻ്റെയും മേൽ അധികാരം കൊടുത്തു. എല്ലാറ്റിനെയും പരിപാലിക്കാനുള്ള, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ ആ സൃഷ്ടിയായി കണ്ട് ബഹുമാനിക്കാനും ആദരിക്കാനും പരിപാലിക്കാനുമുള്ള അധികാരമാണ്, അല്ലാതെ കൊന്നൊടുക്കാനുള്ള അധികാരമല്ല. എന്നിട്ട് ഇവിടെ പറയുന്നത് ദൈവമായ കർത്താവ് ഇവന് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. എന്ന് വെച്ചാൽ ദൈവം ഈ മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ ദൈവത്തോളം ഇവനും സ്വാതന്ത്ര്യമുണ്ട് എന്ന് തിരിച്ചറിയാനാണ്, അടിമത്തത്തിലല്ല. അവൻ്റെ മേൽ നിയന്ത്രണമൊന്നും ദൈവം വയ്ക്കുന്നില്ല. അവന് സ്വാതന്ത്ര്യമുള്ളവനാണ് എന്ന് അവനെ ബോധ്യപ്പെടുത്തുകയാണ്. അവൻ്റെ സ്വാതന്ത്ര്യം പോസിറ്റീവായിട്ട് വിനിയോഗിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ദൈവം ഒരുക്കുന്നുണ്ട്. അതാണ് ദൈവം ഇവിടെ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ പറയുന്നത്, തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം ഭക്ഷിച്ചു കൊള്ളുക, എന്നാൽ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിലെ ഫലം നീ തിന്നരുത്, തിന്നുന്ന ദിവസം നീ മരിക്കും. അപ്പോൾ ഇവന് വലിയ സ്വാതന്ത്ര്യം കൊടുക്കുകയാണ്. അവനോട് പറഞ്ഞു, ഇതെല്ലാം നിനക്ക് ഉപയോഗിക്കാം, ഇതെല്ലാം നിനക്ക് വേണ്ടിയുള്ളതാണ്.
പക്ഷെ നിനക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് എന്ന് നിനക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ഒരു ടെസ്റ്റ് ഡോസ് മാത്രം തരികയാണ്. എന്ന് വെച്ചാൽ ഈ തോട്ടത്തിൽ അസംഖ്യം വൃക്ഷങ്ങളുണ്ട്, എല്ലാ വൃക്ഷങ്ങളും ഫലസമൃദ്ധമാണ്, വളരെ ഫലഭൂയിഷ്ടമാണ്. എന്നാൽ ഒരു വൃക്ഷത്തിൽ മാത്രം ചൂണ്ടിയിട്ട് ദൈവം പറഞ്ഞു, ഇതിലെ നീ ഭക്ഷിക്കണ്ട, ഭക്ഷിച്ചാൽ നീ മരിക്കും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇതാണ്, ദൈവത്തിൻ്റെ വചനം പാലിച്ചാൽ നീ ജീവിക്കും, ദൈവത്തിൻ്റെ വചനം നിരസിച്ചാൽ നീ മരിക്കും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് ഈ ഒരു വൃക്ഷത്തിൽ നീ പറിച്ച് ഭക്ഷിക്കണ്ട. അത് പിന്നെ പറിച്ച് ഭക്ഷിച്ചാൽ നിരസിക്കലാണ്. ബാക്കിയുള്ളതെല്ലാം പറിച്ച് ഭക്ഷിച്ചു കൊള്ളാൻ പറഞ്ഞു, എല്ലാത്തിനുള്ള അധികാരം അവന് കൊടുക്കുകയാണ്. അങ്ങനെ മനുഷ്യനെ ദൈവം ദൈവത്തോളം സ്വാതന്ത്ര്യമുള്ളവനാക്കി സൃഷ്ടിക്കുകയാണ്. പക്ഷേ ബൈബിളിൽ പിന്നീട് കാണുന്നത്, നിർഭാഗ്യവശാൽ ഈ മനുഷ്യൻ തനിക്ക് ദൈവം നൽകിയ സ്വാതന്ത്ര്യത്തെ ദുർവിനിയോഗിച്ച് അവൻ അരുത് എന്ന് പറഞ്ഞ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കുന്നതാണ് കാണുക. അതാണ് മനുഷ്യൻ്റെ ബലഹീനത എന്ന് പറയുന്നത്. ദൈവം ചെയ്യാൻ പറഞ്ഞ നന്മ ചെയ്യാതെ ചെയ്യരുത് എന്ന് പറഞ്ഞ തിന്മയുടെ പിന്നാലെ പോവുകയാണ്. അതിന് പിന്നിൽ പിശാചിൻ്റെ ഒരു തന്ത്രമാണ്, തിന്മയുടെ തന്ത്രമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, സർപ്പത്തിൻ്റെ രൂപത്തിൽ വന്ന് ഈ സാത്താൻ സ്ത്രീയെയും പുരുഷനെയും വഴിതെറ്റിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുക. അപ്പോൾ ഏതായാലും അങ്ങനെ ദൈവം കരുതലോടെ സൃഷ്ടിച്ച മനുഷ്യൻ ദൈവത്തിൻ്റെ വാക്ക് ലംഘിച്ച് പാപത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയി, അല്ലെങ്കിൽ നാശത്തിൻ്റെ അടിമത്തത്തിലേക്ക് പോയി. ദൈവത്തിൽ നിന്ന് ഈ മനുഷ്യൻ അകന്നുപോയി. പക്ഷേ കാരുണ്യവാനായ ദൈവം ഈ മനുഷ്യനെ വീണ്ടും തിരികെ നേടുവാനുള്ള പരിശ്രമങ്ങൾ ആരംഭിക്കുകയാണ്. ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ഇതൊരു അപ്പന് മക്കളോടുള്ള സ്നേഹം പോലെയാണ്. അപ്പന് മക്കളോടുള്ള സ്നേഹമാണ്. കാരണം മക്കൾ ചെയ്ത എന്തെങ്കിലും ഒരു അകൃത്യത്തിന് പരിഹാരം ചെയ്ത് അത് ക്രമപ്പെടുത്തുക എന്നുള്ളത് ഒരു നല്ല അപ്പൻ്റെ സ്വഭാവമാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു സ്കൂളിൽ പോയ കുട്ടി പന്ത് കളിച്ചപ്പോഴോ അല്ലെങ്കിൽ അവിടുത്തെ വിനോദത്തിൽ ഏർപ്പെട്ട ഒരു സമയത്ത് ആ കലാലയത്തിൻ്റെ ജനലിൽ പോയി ഒരു പന്ത്, ക്രിക്കറ്റ് ബോൾ ആയിക്കോട്ടെ, ചെന്നടിക്കുന്നു, ചില്ല് പൊട്ടിപ്പോകുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ അപ്പൻ, ആഠ്യത്തുള്ള അപ്പനാണെങ്കിൽ ചെയ്യുന്നത്, സ്കൂളിൽ എത്തിയിട്ട് പ്രധാന അധ്യാപകനോട് പറയും, ഐ വിൽ റീപ്ലേസ് ഇറ്റ്, ഞാനത് മാറ്റിത്തരും. ഇതാണ് ഒരു നല്ല അപ്പൻ്റെ ലക്ഷണമെന്ന് പറയുന്നത്. നല്ല അപ്പൻ്റെ ലക്ഷണം അല്ലെങ്കിൽ അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങോട്ട് ഒഴിവാകും. പക്ഷെ ഇവിടെ ദൈവമായ കർത്താവ്, ദൈവം നല്ലവനായതുകൊണ്ട് അവിടുത്തെ ശ്രേഷ്ഠ സൃഷ്ടിയായ മനുഷ്യന് ഈ പാപം ചെയ്ത് അല്ലെങ്കിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോയതുകൊണ്ട് അവനെ തിരികെ എടുക്കുവാനുള്ള വലിയൊരു പരിശ്രമം ദൈവം നടത്തുകയാണ്. അതുകൊണ്ട് ദൈവം തന്നെ അതിനുള്ള റിപ്പറേഷൻ നടത്തുകയാണ്. ഞാൻ ഈ ഒരു സെഷനിൽ ഇത് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമ്മൾ തുടർന്നുള്ള ക്ലാസ്സുകളിലേക്ക് നമ്മൾ കടന്നു വരും. അപ്പോൾ ദൈവത്തിൻ്റെ ഈ സൃഷ്ടിയോടുള്ള സ്നേഹവും, സൃഷ്ടി ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ വീണ്ടും ദൈവത്തിലേക്ക് ഈ സൃഷ്ടി അടുപ്പിക്കാൻ, മനുഷ്യൻ എന്ന സൃഷ്ടി അടുപ്പിക്കാനുള്ള ദൈവത്തിൻ്റെ പരിശ്രമങ്ങളുമാണ് തുടർന്നുള്ള ചിന്തകളിൽ നമ്മൾ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.